ഹലോ എവ്രി വൺ, വെൽക്കം ടു കാറക്സ്. നമ്മൾ ഇന്നിപ്പോൾ ഉള്ളത് BYDയുടെ വൈറ്റിലുള്ള ഷോറൂമിലാണ്. നമ്മളിപ്പോൾ വന്നേക്കുന്ന BYD അറ്റോ 3യുടെ ഏറ്റവും പുതിയ വേരിയന്റ് വന്നിട്ടുണ്ട്. കോസ്മോസ് ബ്ലാക്ക് എഡിഷൻ എന്നാണ് ഈ ഒരു വേരിയന്റ് പേര്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ ഡിസൈൻ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം. യെസ്, അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് ഡിസൈൻ കാര്യങ്ങളിലേക്കൊക്കെ വന്നു. ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്ന ഒരു രക്ഷയില്ല, നല്ല സ്പോർട്ടി ഡിസൈൻ തന്നെയാണ് വെഹിക്കിളിന് കൊടുത്തേക്കുന്നത്. പിന്നെ പക്ക ആ ഒരു എയറോഡൈനാമിക് ഡിസൈൻ തന്നെയാണ് വെഹിക്കിളിന് കൊടുത്തേക്കുന്നത്. ഇതൊരു ക്രോസ് ഓവർ സെഗ്മെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന രീതിയിലാണ് പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാറിന്റെ ഒരു കംഫോർട്ടും ആ ഒരു SUVക്ക് വേണ്ട രീതിയിലുള്ള ഒരു അത്യാവശ്യം നമുക്ക് നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസും വെഹിക്കിളിന് വരുന്നുണ്ട്. 175 mm ബാഡ്ജിങ് നമുക്ക് ഇവിടെ ഗ്രില്ലിൽ കൊടുത്തേക്കുന്നത് കാണാം. ഇലക്ട്രിക് വെഹിക്കിൾ ആയതുകൊണ്ട് ഗ്രില്ലെല്ലാം നല്ല ക്ലോസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. BYD നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ബിൽഡ് യുവർ ഡ്രീംസ് എന്നാണ് ആ ഒരു BYDയുടെ ഒരു ഫുൾ ഫോം വരുന്നത്. അറ്റോ 3 എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ, അറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സെക്കൻഡിന്റെ ഏറ്റവും ഒരു അറ്റം അല്ലെങ്കിൽ കണിക എന്നൊക്കെ പറയുന്നതിനെയാണ് ഈ അറ്റോ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം അത്രയാണ് അതിന്റെ ഒരു ഡീറ്റെയിൽസ്. നമുക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെഡ്ലാമ്പ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ് വന്നിരിക്കുന്നത്. LED ഹെഡ്ലാമ്പ്സ് ആണ് വരുന്നത്. മുകളിലായിട്ട് നമുക്ക് DRLും ടേൺ ഇൻഡിക്കേറ്റേഴ്സും ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും, ആ DRL കത്തി കിടക്കുന്നത് കാണാം. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹെഡ്ലാമ്പ്സിനകത്ത് തന്നെ ആ ഒരു ബ്ലൂയിഷ് ഫിനിഷ് ഒക്കെ കാണാൻ പറ്റും. അത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിസൈൻ എലമെന്റ്സ് അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ ഒരു ഫുൾ ബ്ലാക്കിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അവിടെ നമുക്കൊരു സെൻസേഴ്സും കൊടുത്തേക്കുന്നതാണ്, ഫ്രണ്ട് സെൻസേഴ്സ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ ഇവിടെ ഈ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയൊരു അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു എയർ ഡാം കൊടുത്തിട്ടുണ്ട് വെഹിക്കിളിന്. പിന്നെ സെൻട്രലായിട്ട് നമുക്ക് ഇതിൽ അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിന്റെ ഒരു സെൻസർ യൂണിറ്റ് ആണ് ഈ കൊടുത്തേക്കുന്നത്. ഫ്രണ്ട് ഡിസൈൻ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയാണ് പറയാം. പിന്നെ നമുക്ക് ഈ ഒരു വെഹിക്കിൾ ഒരു ക്രോസ് ഓവർ സെഗ്മെന്റിലേക്ക് വരുന്നതാണ്. കാരണം ഒരു കാറിന്റെ ഒരു കംഫോർട്ടും നമുക്ക് അറ്റ് എ ടൈം പിന്നെ ഒരു അത്യാവശ്യം നമുക്കൊരു SUVയുടെ ഒക്കെ ഒരു ഫീലിൽ ഒരു അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് വെഹിക്കിളിന് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ക്രോസ് ഓവർ എന്ന് പറയാൻ കാര്യം. 175 mm ആണ് നമുക്ക് ഇതിന്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് വെഹിക്കിളിന്റെ. അപ്പൊ നമുക്ക് സൈഡ് ഡിസൈനിലേക്ക് പോകാം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു അലോയ് വീൽസ് ആണ് വെഹിക്കിളിന് വരുന്നത്. നമുക്ക് 18 ഇഞ്ച് അലോയ് വീൽസ് ആണ് വെഹിക്കിളിന് കൊടുത്തേക്കുന്നത്. വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഫീൽ തരുന്ന രീതി തന്നെയാണ് അതിന്റെ ഡിസൈൻ എലമെന്റ്സ് ഒക്കെ കൊടുത്തേക്കുന്നത്. ബാഡ്ജിങ് നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെയാണ് നമുക്ക് ചാർജ് ചെയ്യുന്ന ആ ഒരു പോർട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. മിററിൽ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ 360 ക്യാമറ വെഹിക്കിളിന് വരുന്നുണ്ട്. അതിന്റെ ആ ഒരു യൂണിറ്റ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടോ NFC എന്നാണ് ഈ കാർഡിന്റെ പേര്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഈ ഒരു കാർഡ് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമ്മുടെ ATM കാർഡ് പോലെയൊക്കെ ഉള്ളൂ. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സിൽ വെച്ചാൽ പോലും നമുക്ക് ഇതിൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ലോക്കാവും, കണ്ടോ, അൺലോക്ക് ആവുകയും ചെയ്യും. അതാണ് NFC എന്ന് ഉദ്ദേശിക്കുന്നത്. യെസ്. പിന്നെ നമുക്ക് സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ABC പില്ലേഴ്സ് എല്ലാം ഫുൾ ബ്ലാക്ക് ഔട്ട് ചെയ്ത് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഫുള്ളി ബ്ലാക്ക് ആണ്. അതാണ് ഇപ്പോൾ ഈ ഒരു എഡിഷനിൽ വന്നേക്കുന്ന മെയിൻ പ്രത്യേകത എക്സ്റ്റീരിയറിൽ. പിന്നെ നമുക്ക് ഇവിടെ ഒരു റൂഫ് റെയിൽ വരുന്നുണ്ട് വെഹിക്കിളിന്. അത് വന്നിട്ട് നമുക്കൊരു സിൽവർ ഫിനിഷ് ആണ് കൊടുത്തേക്കുന്നത് വെഹിക്കിളിന്. നമുക്ക് വെഹിക്കിളിന്റെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 4455 mm ആണ് വെഹിക്കിളിന്റെ ഓവറോൾ ലെങ്ത് വരുന്നത്. വീൽ ബേസ് വന്നിട്ട് 2750 mm ആണ് വീൽ ബേസ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു വീൽ ബേസ് വെഹിക്കിളിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഇന്റീരിയർ സ്പേസ് കണ്ടെത്താൻ പറ്റും. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റിക്വസ്റ്റ് സെൻസറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബോഡി കളർഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഡോർ ഹാൻഡിൽസ് ഒക്കെ കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം നമുക്ക് ബാക്കിൽ. പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് ഇപ്പോഴത്തെ വെഹിക്കിളിലെല്ലാം വരുന്ന പോലെ തന്നെ ആ ഒരു റണ്ണിങ് ബോർഡും അല്ലെങ്കിൽ ആ ഒരു ഫെൻഡറിന്റെ ഭാഗമൊക്കെ ആ ഒരു ബ്ലാക്ക് ട്രീറ്റ്മെന്റിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതായത് ബോഡി കളേർഡിലല്ല കൊടുത്തേക്കുന്നത്. അത് ആ ഒരു രീതിയിൽ തന്നെ കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഈ ഒരു ഡി പില്ലർ കൊടുത്തേക്കുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ്, വളരെ സ്പോർട്ടി ആയിട്ടാണ്. റിപ്പിൾ ഡി പില്ലർ എന്നാണ് ഈ ഒരു ഡി പില്ലറിനെ പറയുന്നത്. റിപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു വേവ്, അങ്ങനത്തെ ഒരു അതിനെ അർത്ഥമാക്കുന്ന ഒരു മീനിങ് ആണ് നമുക്ക് ആ റിപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആ ഒരു ഡിസൈൻ എലമെന്റ് ഒക്കെ കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റിയർ ഡിസൈൻ കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഒരു രക്ഷയില്ലെന്ന് പറയുന്നത് ആ ഫ്രണ്ടിലെ പോലെ തന്നെ ആ എയറോഡൈനാമിക് ഡിസൈൻ അത് കീപ്പ് ചെയ്തേക്കുന്നത് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. ആ ഒരു ഒഴുക്ക് അത് തന്നെയാണ് എനിക്ക് ഈ വെഹിക്കിളിൽ ഒരു ഡിസൈനിന്റെ ഒരു കാര്യത്തിൽ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തത്. പിന്നെ ആദ്യം തന്നെ നമുക്ക് മേളിൽ നിന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു ഷാർക്ക് ഫിൻ ആനിനെ കാണാൻ പറ്റും.
അത് നല്ലൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ തൊട്ട് താഴെ നല്ലൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു സ്പോയിലർ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഡീഫോർഗർ, വാഷർ, വൈപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ BYD എന്നുള്ള ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ മുകളിൽ കാണാൻ പറ്റും. പിന്നെ വളരെ കണക്റ്റഡ് ആയിട്ട് ഇപ്പോഴത്തെ എല്ലാ വെഹിക്കിളിലും വരുന്ന പോലെ കണക്റ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള LED ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ് വെഹിക്കിളിന് കൊടുത്തേക്കുന്നത്. നമുക്ക് അതിനകത്തെ ആ ഒരു ഡിസൈൻ എലമെന്റ്സ് ഒക്കെ വളരെ ഭംഗിയുണ്ട്. അതിനകത്ത് കാണാൻ, ആ ബ്രേക്ക് ലാമ്പിലൊക്കെ കാണാനുള്ള ആ ഒരു എലമെന്റ്സ് ഒക്കെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ BYD Atto 3 ഇവിടെ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ബമ്പറിന്റെ ആ ഒരു ഡിസൈനൊക്കെ നല്ല സ്പോർട്ടി ഫീൽ തരുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തേക്കുന്നത്. സെൻസേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇവിടെ EV എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് റിഫ്ലക്റ്റേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം. ഇത്രയാണ് റിയർ ഡിസൈൻ. നമുക്ക് ഡിഗ്ഗി സ്പേസ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് ആണ് വെഹിക്കിളിന് വരുന്നത്. 440 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ടാണെന്ന് തന്നെ എടുത്ത് പറയണം. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് എന്തുണ്ട്, ഇവിടെ യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും നെറ്റൊക്കെ ഇട്ട് ആ ഒരു രീതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു ലാമ്പും കൊടുത്തേക്കുന്ന കാണാം. ഒരു പാഴ്സൽ ട്രെയും കൊടുത്തിട്ടുണ്ട്. യെസ്, അപ്പോൾ നമുക്കിവിടെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ BYD Atto 3 ഇന്റീരിയർ ആണ് ഈ കാണുന്നത്. ഒരു രക്ഷയില്ല, പക്ക സ്പോർട്ടി എന്ന് തന്നെ എടുത്ത് പറയുന്ന ഒരു ഇന്റീരിയർ ആണ് BYD Atto 3. അതിൽ തന്നെ നമുക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നിപ്പോൾ ഈ കൊണ്ടുവന്ന പുതിയ വേരിയന്റ് ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഈ ഒരു ബ്ലൂ ഫിനിഷും ഈ ഒരു ബ്ലാക്ക് കോമ്പിനേഷനും വരുന്ന ഒരു ഇന്റീരിയർ ആണ്. ബ്ലൂ നമുക്ക് ഈ ഒരു ബ്ലാക്കിൽ വരുന്നത്. മറ്റുള്ള കളേഴ്സിൽ നമുക്ക് ഈ ഒരു ഇന്റീരിയർ ആയിരിക്കത്തില്ല. അതാണ് ഈ നമ്മുടെ ഇപ്പോൾ പുതിയൊരു വേരിയന്റ് ഏറ്റവും വലിയ പ്രത്യേകത എടുത്തു പറയാനുള്ളത്. പിന്നെ ആദ്യമേ തന്നെ നമുക്ക് എടുത്തു പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റൈല്, അതായത് ഈ ഇന്റീരിയറിന്റെ ഒരു സ്റ്റൈല്, ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു സ്റ്റൈലാണ് കമ്പനി ഇതിനകത്ത് ആ ഒരു കൺസെപ്റ്റ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്തെ ഡിസൈൻസ് കൊടുത്തേക്കുന്നത് ജിം ആൻഡ് മ്യൂസിക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് കമ്പനി കൊടുത്തേക്കുന്നത്. വളരെ ഒരു എന്താ പറയുക, യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്കത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയി. ഇന്ത്യയിലോട്ട് കയറുമ്പോൾ ഒരു രക്ഷയില്ലെന്ന് തന്നെ നമുക്ക് എടുത്തു പറയണം. ഞാൻ ഈ പറഞ്ഞ സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റും അല്ലെങ്കിൽ ഡിസൈൻ സ്റ്റേറ്റ്മെന്റും ഒക്കെ ഞാൻ ഇതിനകത്ത് നമുക്ക് പ്രകടമായിട്ട് കാണാൻ പറ്റും. അത് ഞാൻ എടുത്ത് കാണിക്കാം. ഇത് കണ്ടോ, ഈ ഒരു AC വെന്റ് കണ്ടോ, ഇത് നമ്മുടെ ഒരു ഡംബലിന്റെ ഒരു ഫീലല്ലേ ആ ഒരു AC വെന്റ് ഇരിക്കുന്നത്. അതാണ് കമ്പനി ഉദ്ദേശിച്ചിരിക്കുന്ന ജിം അല്ലെങ്കിൽ മ്യൂസിക് എന്ന് ഉദ്ദേശിക്കാൻ കാരണം എന്താണ്, ആ ഒരു ഡോറിലെ ട്രിം കണ്ടോ, അതിന്റെ നമ്മുടെ ഒരു സ്ട്രിങ്സ് പോലെ അല്ലേ, നമ്മുടെ ഗിത്താർ അങ്ങനെയൊക്കെ ഉള്ളതിന്റെ സ്ട്രിങ്സ് പോലെ. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടും കമ്പനി ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വെഹിക്കിളിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റ്, അതായത് ഡിസൈനിന്റെയും സ്റ്റൈലിന്റെയും കൺസെപ്റ്റ് കമ്പനി കൊടുക്കാനുള്ള കാരണം. ചുമ്മാ പറഞ്ഞു പോയേക്കുമല്ല, കമ്പനി അത് ആ ഒരു ഡിസൈൻ എല്ലാം ഇതിൽ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ഒരു ആഷ് കളറിലാണ് മുകളിൽ കൊടുത്തേക്കുന്നത്. വളരെ വൈഡായിട്ടുള്ള ഒരു ഡാഷ്ബോർഡാണ് വെഹിക്കിളിന് കൊടുത്തേക്കുന്നത്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സിൽവർ ഫിനിഷ് കാണാൻ പറ്റും. ഇവിടെ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഒരു ബ്ലൂ ഫിനിഷ് കൊടുത്തേക്കുന്നത്. വളരെ അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ഈ ഒരു 12.8 ഇഞ്ചിന്റെ ഈ ഒരു സ്ക്രീനാണ്. ഇത് അഡാപ്റ്റീവ് റൊട്ടേഷൻ ഉള്ള ഒരു സ്ക്രീനാണ്. ഇതേണ്ട ഞാനിപ്പോൾ കാണിച്ചു തരാം. കേട്ടോ, നമ്മുടെ ഈ ഒരു രീതിയിൽ പറ്റുന്ന ഒരു ഇപ്പോഴത്തെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. എടുത്ത് ഓരോ ഫീച്ചേഴ്സും പറയേണ്ട കാര്യമില്ല, കാരണം ഇത്രയും ഒരു എന്താ പറയുക ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു വെഹിക്കിളിനകത്ത് ഞാൻ ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ടോ, ആപ്പിൾ കാർപ്ലേ ഉണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ലെന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, കാരണം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് പിന്നെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഈ രീതിയിലൊക്കെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു സ്ക്രീനും ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇതേണ്ട ഇവിടെ നമുക്ക് ആ ഒരു ഡംബൽ ഇരിക്കുന്ന ഒരു ഫീലിലാണ് ആ ഒരു AC വെന്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്കൊരു വയർലെസ് ചാർജിങ് പോർട്ട് കാണാം. പിന്നെ വേണ്ട നമ്മുടെ ഒരു ഗിയർ നോബ് കൊടുത്തേക്കുന്നത് ഇങ്ങനെ ഒരു പുഷ് ടൈപ്പ് രീതിയിലാണ് കൊടുത്തേക്കുന്നത്. നല്ല രസമുണ്ട്. ഒരു എയർക്രാഫ്റ്റ് ഇൻസ്പയർഡ് ആയിട്ടെന്ന് നമുക്ക് പറയാവുന്ന രീതിയിലാണ് അത് കൊടുത്തേക്കുന്നത്. ആ ഒരു നമ്മുടെ ഒരു ഡ്രൈവിന്റെ നോബ് കൊടുത്തേക്കുന്ന ആ രീതിയിലാണ്. ഇവിടെ നമുക്ക് പുഷ് സ്റ്റാർട്ട് ബട്ടൺ കാണാം. പിന്നെ നമുക്ക് ഇവിടെ ആ ഒരു ഫുൾ ആ ഒരു നമ്മുടെ കൺസോൾ കൊടുത്തേക്കുന്ന ഒരു ബ്ലാക്ക്
ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിനാണ് കൊടുത്തേക്കുന്നത്. ഇലക്ട്രോണിക് പവർ ബ്രേക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള എല്ലാം നമുക്ക് എ സിയുടെ കൺട്രോൾസ് ആണ് ഈ സൈഡിൽ കാണുന്നത്. നമുക്ക് മോഡും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കാണാം. പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ ഓഫ് ചെയ്യുന്ന, ഫ്രണ്ടിൽ ഓഫ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ സ്വിച്ച് കൊടുത്തേക്കുന്നതാണ്. ഹസാർഡ് സ്വിച്ച് കൊടുത്തേക്കുന്നത് കാണാം. അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ട്രാക്ഷൻ്റെ സ്വിച്ച് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ നമുക്ക് ഞാൻ ആ NFC അല്ലാതെ നമുക്ക് ഇതാണ് നമുക്ക് ഫിസിക്കൽ കീ ആയിട്ട് വരുന്നത്. ഇതിനകത്ത് ലോക്ക് അൺലോക്ക്, നമ്മുടെ ബൂട്ട് ഓപ്പണിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സെൻട്രലായിട്ട് നമുക്ക് ഒരു 2 ഡെഡിക്കേറ്റഡ് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം നമുക്ക്. പിന്നെ ഇതേണ്ട ഈ ഒരു സെൻട്രൽ ആംറസ്റ്റ്, ഇതും കമ്പനി ഇതിനെ നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ട്രെഡ്മിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ആംറസ്റ്റ് ആണ് കമ്പനി പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേണ്ട ഈ ഒരു ട്രാക്ക് പോലെ കൊടുത്തത്, ആ ട്രെഡ്മിലിന്റെ ഒരു ട്രാക്ക് പോലെയാണ് അതിന്റെ ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തേക്കുന്നത്. ഇതൊക്കെ കൊണ്ടാണ്. പിന്നെ ഈ ഒരു ഫുൾ ഫ്ലോട്ടിംഗ് ഡിസൈൻ, അതൊരു മ്യൂസിക്കൽ ഫീൽ തരുന്ന രീതിയിലാണ് ആ ഒരു ഫ്ലോട്ടിംഗ് ഡിസൈൻ. ഇതെല്ലാം കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്താണ് കമ്പനി ആ 2 കാര്യങ്ങൾ ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ സ്റ്റിയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. നമുക്ക് അതിനകത്ത് ഓഡിയോ കൺട്രോൾസും പിന്നെ നമുക്ക് ഈ ഒരു സ്ക്രീനിന്റെ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് കാണാം. റൈറ്റ് സൈഡിൽ നമുക്ക് ക്രൂസ് കൺട്രോൾ, ഓഡിയോ കൺട്രോൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് കൊടുത്തേക്കുന്നത്. അതിൽ നമുക്ക് എല്ലാ ഓപ്ഷൻസും നമുക്ക് അറിയാൻ പറ്റും. നമ്മളിത് EV വെഹിക്കിൾ ആയതുകൊണ്ട് അതിന്റെ സ്റ്റാറ്റിക്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ 2 സ്ക്രീനിലും അറിയാൻ പറ്റും. പിന്നെ വേണ്ട ഈ ഒരു നമ്മുടെ ഈ ഒരു ഡോർ ഹാൻഡിൽ, അതാണ് അടിപൊളി. ഇതുണ്ട് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പം ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് ഡോർ ഹാൻഡിൽ വരുന്നത്. ഇത് ഭയങ്കര ഒരു വെറൈറ്റി ഫീലാണ് എനിക്ക് തോന്നിയത്. പിന്നെ 8 സ്പീക്കേഴ്സ് ആണ് വെഹിക്കിളിൽ നമ്മുടെ ഓഡിയോ സിസ്റ്റം വരുന്നത്. പിന്നെ നമുക്ക് നല്ല ഒരു പനോരമിക് സൺറൂഫ് കൊടുത്തേക്കുന്നത് കാണാം. നല്ല വൈഡർ ആയിട്ടുള്ള ഒരു പനോരമിക് സൺറൂഫ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ വേണ്ട നമുക്ക് IRVM ഒക്കെ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് 2 LED ലാംപ്സ് ഒക്കെ കാണാം. അതൊക്കെ നമുക്ക് നമ്മുടെ ഈ ഒരു ടച്ച് അനുസരിച്ചാണ് അതിന്റെ ഒരു ലൈറ്റ് ഒക്കെ ബ്രൈറ്റ്നസ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്ന രീതി കാണാൻ പറ്റും. ഇവിടെ നമുക്കൊരു മിറർ കൊടുത്തേക്കുന്നത് കാണാം. വാനിറ്റി മിറർ വിത്ത് ലൈറ്റ് ആണ് കൊടുത്തേക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മിറർ വിത്ത് ലൈറ്റ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ നമുക്കിത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റും കാര്യങ്ങളും ഒക്കെയാണ്. ഫുള്ളി അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റിന്റെ ഒരു ഡിസൈൻ പക്കാ സ്പോർട്ടിയാന്ന് നമുക്ക് പറയുന്ന ഒരു സീറ്റിംഗ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ സ്പോർട്സ് കാറിലൊക്കെ കാണുന്ന രീതിയിലുള്ള റിക്കാറോയുടെ ഒക്കെ സീറ്റ്സ് നമ്മൾ കണ്ടില്ല, അതേപോലത്തെ ഒരു സീറ്റിന്റെ ഒരു ഡിസൈനും ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. നമ്മളെ ഹഗ് ചെയ്തിരിക്കുന്ന ഒരു ഫീലാണ്. നല്ല ഒരു കംഫോർട്ട് നമുക്ക് ഈ സീറ്റ് ഇരിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഒരു ഡിസൈൻ ആണെങ്കിലും ആ ഒരു കളർ തീം ഒക്കെ ആണെങ്കിലും ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റോറേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ ഒരു അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു സ്ട്രിങ്സ് പോലെ കൊടുത്തേക്കുന്ന ഡിസൈൻ അവിടെ നമുക്ക് കാണാൻ പറ്റും. വളരെ അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. സ്പീക്കേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം. അത്യാവശ്യം ഒരു ബോട്ടിലൊക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെ വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ആ ഒരു ഡോർ ഓപ്പണിങ്ങിന്റെ ലിവറും കാര്യങ്ങളൊക്കെ കാണാൻ വളരെ അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. ഇതിൽ പിന്നെ നമുക്ക് ഡെഡിക്കേറ്റഡ് ആംബിയൻ ലൈറ്റ്സ് വരുന്നത്, നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ആംബിയൻ ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഓപ്ഷൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇതിലിപ്പം നമുക്ക് എടുത്തു പറയേണ്ട വേറൊരു കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ നമ്മൾ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്, സുപ്പീരിയർ എന്ന് പറയുന്ന വേരിയന്റ് ആണ് നമ്മളിപ്പം റിവ്യൂവിനായിട്ട് എടുത്തേക്കുന്ന വെഹിക്കിൾ. നമുക്ക് 3 വേരിയന്റ് കമ്പനി BYD Atto 3ക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡൈനാമിക്, പ്രീമിയം, സുപ്പീരിയർ, അങ്ങനെ 3 വേരിയന്റ് ആണ് നമുക്ക് BYD Atto 3യിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം ഞാൻ എക്സ്റ്റീരിയർ എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞില്ല. പിന്നെ നമുക്ക് ഈ വിഷ്വൽ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്തത്. കണ്ടോ, നമുക്ക് വെഹിക്കിളിന്റെ ആ ഒരു ഫുൾ വിഷ്വൽ കാണാൻ പറ്റും. ക്യാമറ ക്ലാരിറ്റിക്ക് ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയണം. കണ്ടോ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഫ്രണ്ടിലെ വിശേഷങ്ങൾ. ഇനിയിപ്പോ നമുക്ക് റിയർ സീറ്റിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ BYD Atto 3 റിയർ സീറ്റിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫ്രണ്ടിലെ പോലെ തന്നെ ബ്ലാക്കും ആ ഒരു ബ്ലൂ ഫിനിഷും കൊടുത്തേക്കുന്ന കാണാം സീറ്റിൽ. പിന്നെ റെഡ് പൈപ്പിംഗ് ഒക്കെ കാണാം. ഫ്രണ്ടിലെ പോലെ തന്നെയാണ് ആ സീറ്റിംഗ് ആ ഒരു കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് പൊസിഷൻ ഒക്കെ തന്നെയാണ്. പിന്നെ നമുക്കൊരു വളരെ വൈഡർ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയ ആണ് വെഹിക്കിളിന് കൊടുത്തേക്കുന്നത്. നമുക്ക് പുറത്തോട്ടുള്ള ഒരു വിഷ്വൽ ഒക്കെ ആണെങ്കിലും നമുക്ക് ഒരു രീതിയിലും കട്ടാകുന്നില്ല. പിന്നെ ഈ ഒരു ഷോൾഡർ ലൈൻ ആണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതി തന്നെയാണ് താഴെ കൂടെയാണ് പോയേക്കുന്നത്. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഏറിയാണ്. ഈ ഒരു പനോരമിക് സൺറൂഫ് ഒക്കെ വരുന്നതുകൊണ്ട് ഒട്ടും ക്രാംഡ് ഫീൽ ഒന്നും വെഹിക്കിളിന് ഉള്ളിലിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇതിലെ പോലെ തന്നെയാണ് ആ ഡോറിന്റെ ലോക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. ഡോർ ലിവർ വരുന്നത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന രീതി തന്നെയാണ് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു ആംബിയൻ ലൈറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ നിന്നുണ്ട് AC വെന്റ്സ് ഒക്കെ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഡംബൽ ഫീൽ തന്നെയാണ് അതിന്റെ ഡിസൈൻ കൊടുത്തേക്കുന്നത്.
BYD ഡിസൈൻ എന്നുള്ള ആ ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് സിയും ടൈപ്പ് എയും പോർട്ട് കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ നമുക്കൊരു സ്റ്റോറേജും ഉണ്ട്. നമുക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യുമ്പോൾ മൊബൈൽ ഇവിടെ വെക്കാനുള്ള ഒരു സ്റ്റോറേജും കൊടുത്തേക്കുന്നതാണ്. പിന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോർ ആണ് വെഹിക്കിളിന് കൊടുത്തേക്കുന്നത്. നമുക്ക് അതുകൊണ്ട് 3 പേർക്കും വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് നല്ലൊരു ഷോൾഡർ സ്പേസും കിട്ടുന്നുണ്ട്. 3 പേർക്ക് ഇരിക്കാനും പറ്റും, വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളത് സംശയമില്ല. ഡെഡിക്കേറ്റഡ് ആയിട്ട് 3 നമുക്കൊരു ഹെഡ് റെസ്റ്റും കൊടുത്തേക്കുന്നത് കാണാം. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തേക്കുന്നത് 3 പേർക്കും. പിന്നെ നമുക്ക് ഇവിടെ ആംറസ്റ്റ് വരുന്നുണ്ട്, 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വെഹിക്കിൾ നമ്മളിപ്പം ഡ്രൈവ് നമുക്ക് ഈ ഒരു വെഹിക്കിൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല. കാരണം ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ നമുക്ക് ഈ ഒരു ബ്ലാക്കിന്റെ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കാരണത്താണ് നമുക്ക് എപ്പോഴേലും നമുക്ക് അത് അവൈലബിൾ ആകുമ്പോൾ നമുക്ക് ഡ്രൈവ് വീഡിയോ കൊണ്ടുവരാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഒരു സ്പെക്കും കാര്യങ്ങളും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വെഹിക്കിളിന്റെ 521 കിലോമീറ്റർ ആണ് വെഹിക്കിൾ കമ്പനി ക്ലെയിം ചെയ്യുന്ന ഒരു റേഞ്ച്. പിന്നെ നമുക്കൊരു പവർ ഫിഗേഴ്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ 204 BHP നമുക്കൊരു 310 Nm ടോർക്കുമാണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു പവർ ഫിഗേഴ്സ് ആണെന്ന് നമുക്ക് എടുത്തു പറയണം. പിന്നെ നമുക്ക് EV വെഹിക്കിൾസ് ആയതുകൊണ്ട് പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒരു രീതിയിലും ലാഗോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരുത്തില്ല. വളരെ എന്താ പറയുക, ഒരു ഇലക്ട്രിഫൈങ് പെർഫോമൻസ് തന്നെയാണ് വെഹിക്കിളിന് കിട്ടുന്നത്. പിന്നെ നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 7 എയർ ബാഗ്സ് വരുന്നുണ്ട്. ABS EBD അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. കാരണം ഇത്രയും നല്ലൊരു പ്രീമിയം വെഹിക്കിളിൽ അങ്ങനെയുള്ള സേഫ്റ്റി ഫീച്ചേഴ്സിന്റെ ഒരു എന്താ പറയുന്നത് കുറവും നമുക്ക് ഒരു രീതിയിലും കാണത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ അങ്ങ് പറഞ്ഞു പോകുന്നത്. ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, ഹിൽ അസിസ്റ്റ് ഇങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബ്ലേഡ് ബാറ്ററി ടെക്നോളജിയാണ് BYD നമുക്ക് എടുത്തു പറയാൻ. അതിന്റെ ആ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും നമുക്ക് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബാറ്ററിയുടെ ഒരു ലൈഫാണ് മെയിൻ ആയിട്ടും. പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു റേഞ്ച് ഏകദേശം നമ്മളിപ്പോൾ കമ്പനി 521 കിലോമീറ്റർ ക്ലെയിം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഓൾമോസ്റ്റ് അതിനടുത്ത് ഞാനിപ്പം ഷോറൂമിൽ തിരക്കിയപ്പോഴാണെങ്കിലും ഇവിടുന്ന് വെഹിക്കിളൊക്കെ എടുത്ത കസ്റ്റമേഴ്സിനൊക്കെ ഓൾമോസ്റ്റ് 500-നടുത്തൊക്കെ തന്നെ റേഞ്ച് കിട്ടുന്നുണ്ട്. അതാണ് ഈ ബ്ലേഡ് ബാറ്ററിയുടെ മെയിൻ ഒരു ടെക്നോളജി. പിന്നെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സേഫർ ആണ്. അതുമാണ് ഇത്രയാണ് ഈ ബ്ലേഡ് ബാറ്ററിയുടെ ഒരു മെയിൻ ടെക്നോളജി എന്ന് പറയുന്നത്. മറ്റുള്ള ഒരുപാട് ടെക്നോളജി ഒത്തിരി ഉണ്ട്, ഞാൻ പിന്നെ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഇന്ന് BYD-യുടെ ഒരു അറ്റോ 3 എന്ന് പറയുന്ന ഈ വെഹിക്കിളിന്റെ ഈ വീഡിയോ അത്രയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വെഹിക്കിളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എൻക്വയറിയോ അല്ലെ ടെസ്റ്റ് ഡ്രൈവോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഷോറൂമിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം താങ്ക് യു സോ മച്ച്.